ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലിട്ടുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, ഇന്ന് വളരെയധികം എൻഗേജിംഗ് ആയിട്ടുള്ളൊരു അടിപൊളി ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്റലിജന്റ് ആയിട്ടുള്ള കില്ലർ. അയാൾ ഓരോ കൊലപാതകങ്ങൾ ചെയ്യുമ്പോഴും അടുത്ത കൊലപാതകം എവിടെയാണ് നടക്കാൻ പോകുന്നത്, ഏത് സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക എന്നതിനുള്ള ക്ലൂ ഈ ആദ്യ കൊലപാതകത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകും. ആ ക്ലൂ കണ്ടുപിടിക്കണമെങ്കിൽ തന്നെ പാടാ. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നെക്സ്റ്റ് കൊലപാതകം സംഭവിക്കും. അതിനുള്ളിൽ ഈ കോഡ് ഡീകോഡ് ചെയ്ത് ഏതാണ് സ്ഥലമെന്ന് കണ്ടുപിടിക്കണം. അവൻ പറയുന്ന 24 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തിയാൽ മാത്രമേ ഈ മരണം തടയാൻ പറ്റുള്ളൂ. പോലീസുകാർക്ക് അതിന് കഴിയുന്നില്ല. അവര് വളരെ പെടാപ്പാടുപെട്ട് അവസാനം ഈ കില്ലറെ പിടിക്കുന്നോ ഇല്ലയോ, അവൻ എന്തിനാണ് ഈ കൊലപാതകം ചെയ്യുന്നത്, അതും നമുക്ക് മനസ്സിലാക്കാം. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇന്നൊരു വെടിച്ചിൽ പടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു പാവം മിഡിൽ ഏജ് മനുഷ്യൻ, ഒരു 19-55 വയസ്സൊക്കെ കാണും. ആളിരുന്ന് സുഡോക്കു കളിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. കാറില് പെട്ടെന്നാണ് ഒരു വാൻ ഇയാളെ പാസ് ചെയ്ത് പോകുക. ആ വാൻ ഈ കാറി തട്ടി ഉരസി ചെളുക്കിയിട്ടാണ് പോകുന്നത്. ഉടനെ ദേഷ്യം വന്ന് ഈ ഡാഡി പോലീസിനെ വിളിച്ച്, എന്നെ ഒരു കാർ ഇടിച്ചിട്ട് പോയി, ഹിറ്റ് ആൻഡ് റൺ കേസാണ്, ഞാൻ അയാളെ ഫോളോ ചെയ്തു പോകുന്നു, ഇന്ന കളർ വാനാണ്, അതിനെ ബ്ലോക്ക് ചെയ്ത് പിടിക്കണമെന്ന് പറയും. ഒരു ബ്ലൂ വണ്ടി, പോലീസുകാർ പുറകെ തന്നെ പോകുന്നുണ്ട്, ഒപ്പം നമ്മുടെ ഡാഡിയും പോകും. ചുറ്റിലും പോലീസുകാര് വട്ടമിട്ട് ഈ വാനിനെ പിടിക്കുന്നു. ഒരു ബ്രിഡ്ജിനടിയിൽ വെച്ചിട്ടാണ് ഇയാൾ ലോക്കായത്. ഉടനെ കാറിൽ നിന്നിറങ്ങിയ നമ്മുടെ ഡാഡി കയ്യിൽ തോക്കെടുത്ത്, വാനിന്ന് പുറത്തേക്ക് ഇറങ്ങടാ, എനിക്ക് നിന്നെ കാണണം എന്ന് പറയും. ഏതോ ഒരു പാവ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അയാളെ മുട്ടുകുത്തി ഇരിക്കാൻ പറയും ഡാഡി, അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. സോ അങ്ങനെ ആള് കീഴ്പ്പെട്ടു. പരിചയക്കാരനൊന്നുമല്ല. ഈ വാനിൽ ഒരു ലോക്കറ്റ് തൂങ്ങിക്കിടപ്പുണ്ട്, ഒരു തലയോട്ടി ലോക്കറ്റ്. ഇത് മാത്രമാണ് നമുക്ക് ഫസ്റ്റ് സീനായിട്ട് കാണിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവസാനം മനസ്സിലാവും. ഇപ്പൊ അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ സാധാരണ കഥയിലേക്ക്, ഈ സിനിമയുടെ കഥയിലേക്ക് പോകാം. ഒരു പോലീസുകാരൻ, ഇദ്ദേഹമാണ് നമ്മുടെ ഹീറോ. ഒരു വലിയ പോലീസുകാരൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. ബോഡി ഷെയ്മിംഗ് അല്ല, ഒരാളെ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ രൂപത്തെ കോംപ്ലിമെന്റ് ചെയ്താണ്. പെരുത്ത മനുഷ്യൻ, വലിയ പോലീസാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടക്കുറവൊന്നും വേണ്ട, ആളൊരു പാവാണ്. ചുമ്മാ നെഞ്ചും പിരിച്ചൊരു ഷോ മാത്രമേ ഉള്ളൂ, ആളൊരു പാവാണ്. ഇപ്പൊ ഹീറോ തന്റെ ഓഫീസിലേക്ക് വരുമ്പോൾ ഒരു പത്ര റിപ്പോർട്ടർ കാണാൻ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടർ ഒരു ലേഡിയാണ്. അവരെ വലിയ കമ്മീഷണർ പോലീസാണ് ഇങ്ങോട്ട് പറഞ്ഞുവിട്ടിരിക്കുന്നത് ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട്. ആ പ്രോജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിപ്പോ ആ ലേഡി ഹീറോയോട് പറയുന്നുണ്ട്, ഒരു ഡിറ്റക്റ്റീവിന്റെ കൂടെ ഒരു കേസിൽ മുഴുവനായും യാത്ര ചെയ്ത് റിപ്പോർട്ട് എഴുതുക, അതാണ് അവരുടെ പ്രോജക്റ്റ്. അതിന് പോലീസ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിച്ചു. ഹീറോനെയാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഹീറോയ്ക്ക് ആ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ വേറെ വഴിയില്ല. എന്റെ ക്യാപ്റ്റൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് സഹകരിക്കാം എന്ന് ഹീറോ പറയും. എന്നിട്ട് ഈ റിപ്പോർട്ടറോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ നിങ്ങൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ, എന്നോട് ഓപ്പണായിട്ട് പറയാമെന്ന് പറയും. പക്ഷെ അവൾ പറയുന്നില്ല, എനിക്ക് എന്റേതായ റീസൺസ് ഉണ്ട് ഡിറ്റക്റ്റീവ്, അതെങ്ങനെ പറയാനാണെന്ന് പറയും. അപ്പൊ ഹീറോ ഈ പെണ്ണിന്റെ മുഖത്തൊരു തല്ലുകൊണ്ട് കീറിയ പാടുണ്ട്, എങ്ങനെയാണ് ആ സ്കാർ വന്നതെന്ന് ചോദിക്കും. അവൾ നടന്ന സംഭവമല്ലാതെ ഒരു കോട്ടാണ് പറയുക. സത്യം തിരഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ മോന്തയിൽ തഴമ്പ് വീഴും സാർ, അങ്ങനെ സംഭവിച്ച. ഹീറോ സന്തോഷം, ഇനിയും സംഭവിക്കട്ടെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഒരു ബോഡി കണ്ടുകിട്ടിയിട്ടുണ്ട്. സ്കൂൾ പരിസരത്ത് തൂങ്ങി മരിച്ച അവസ്ഥയിലാണ്. ഹീറോ ചെന്ന് വെരിഫൈ ചെയ്യണം. അതിനുവേണ്ടി ഹീറോ പോകുമ്പോൾ കൂടെ ആ റിപ്പോർട്ടറേയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇവർ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വലിയ ടൗൺ ആയ ഒരു ഭാഗം കാണിക്കുന്നു. ഈ സ്ഥലം പണ്ടേ പോലെയല്ല, ഒരു 10-20 വർഷത്തിൽ വലിയ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹീറോ പറയുന്നുണ്ടാവും. പണ്ടതൊരു പിഗ് ഫാം നടത്തുന്ന സ്ഥലമായിരുന്നു. ആ ഡീറ്റെയിൽ നമുക്ക് അവിടെ നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ പോകുന്നു. ഈ മരണം നടന്ന സ്ഥലത്ത് പേടിച്ചൊരു ലേഡി പോലീസ് നിപ്പുണ്ടാവും, ടോർച്ചടിച്ച് നോക്കിയിട്ട്. എന്തായാലും മനുഷ്യരല്ലേ, എല്ലാവർക്കും പേടിയാണ്. ഹീറോ കാറിൽ നിന്നിറങ്ങിയ ലേഡി പോലീസിനോട്, സീനിൽ ആദ്യം വന്ന പോലീസുകാരി നിങ്ങളല്ലേ, ഇവിടെ മറ്റാരെങ്കിലും കണ്ടോന്ന് ചോദിക്കും. ഇല്ല, ആരെയും കണ്ടിട്ടില്ല സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഹീറോ ആ ബോഡി നോക്കുമ്പോൾ ഒരു പെണ്ണിന്റെ ശരീരമാണ് മരത്തിൽ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. നെഞ്ചിന്റെ ഭാഗത്ത് റൗണ്ട് ഷേപ്പിൽ ഒരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഓ ഷേപ്പില്. ഹീറോ ആ പോലീസുകാരെയും റിപ്പോർട്ടറെയും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് അടുത്തുള്ള സ്കൂളിനകത്തേക്ക് പോകും. സ്കൂൾ പരിസരത്താണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. തോക്കെടുത്ത് അകത്ത് പോകുമ്പോൾ ഒരു ക്ലാസ് മുറിയിൽ 2 കുട്ടികളിരിക്കുന്നു. മറ്റാരെയും കാണുന്നില്ല. പെട്ടെന്നാണ് പുറകിലൊരാൾ വരിക. ഹീറോ ഞെട്ടിത്തിരിയുമ്പോൾ അത് നമ്മുടെ റിപ്പോർട്ടർ ആയിരിക്കും. ഹീറോ പെണ്ണിനോട് ചൂടാകുന്നു, നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്, ഞാനിപ്പോൾ നിന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ റിപ്പോർട്ടർ പറയും, സാർ ആ ലേഡി ഓഫീസർ എന്നെ അവിടെ തനിച്ചാക്കി പോയി, ഞാൻ ഭയം കൊണ്ട് അകത്തേക്ക് വന്നതാ. അത് മാത്രമല്ല, ഈ കേസിൽ ഉടനീളം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു, കമ്മീഷണർ സമ്മതിച്ചാണ്, അതുകൊണ്ട് ഞാനും ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് അവൾ പറയുന്നു. ശരി, ആയിക്കോട്ടെ, ക്രൈം സീനിൽ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോൾ ഒരു ഗെയിമിനെ പറ്റിയിട്ടുള്ള ഒരു ചിത്രമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഗെയിം ഓഫ് ഹാങ്മാൻ, ഒരു ആരാച്ചാരുടെ ഗെയിമാണത്.
ഓരോരുത്തരെയായിട്ട് തൂക്കിക്കൊല്ലുന്ന ഒരു ഗെയിം. മുന്നിലിരുത്തിയിരിക്കുന്ന 2 കുട്ടികൾ, അത് 2 ഡമ്മിയാ, മാനിക്കിൻ. അതിനെ കില്ലർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ഡമ്മികൾ ഈ ഗെയിം കളിക്കുന്നു എന്നാണ് ആ കില്ലർ ഇവരോട് പറയുന്നത്. ബോർഡിൽ VO എന്ന് 2 ലെറ്റർ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ടീച്ചർ ഡെസ്കിൽ നോക്കുമ്പോൾ 925 എന്നൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. അത് ഹീറോയുടെ ബാഡ്ജ് നമ്പറാണ്. അതുകൂടാതെ മറ്റൊരു നമ്പറും കൂടെ ഉണ്ട്, 025. അത് ആരുടെ നമ്പറാണെന്ന് ഈ റിപ്പോർട്ടർ ചോദിക്കും. ഹീറോയ്ക്ക് അറിയാം അത് ആരുടെ നമ്പറാണെന്ന്. തന്റെ പഴയ പാർട്ട്ണറുടെ നമ്പറാണ്. നമ്മൾ പടത്തിന്റെ ആദ്യം കണ്ടില്ലേ, ഒരു ഡാഡി. പുള്ളിക്കാരൻ പഴയ പോലീസുകാരനായിരുന്നു, ഇപ്പൊ റിട്ടയറായി. ആ റിട്ടയർ ആയ പോലീസുകാരന്റെ നമ്പറാണ്, ബാഡ്ജ് നമ്പറാണ് 025. ഇപ്പൊ അദ്ദേഹം ഡോണറ്റ് കട തുറക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്ത് കാത്തിരിക്കുകയായിരിക്കും. അപ്പോഴാണ് ഹീറോ വരിക. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ എല്ലാവരും മീൻ പിടിക്കാൻ പോവല്ലേ ആർച്ചർ, നിങ്ങളിവിടെ ഡോണറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് ഹീറോ ചോദിക്കും. അപ്പൊ ഡാഡി ചിരിച്ചിട്ട്, കാര്യമില്ലാതെ നീ എന്നെ കാണാൻ വരില്ലല്ലോ, എന്റെ കുശലം അന്വേഷിച്ചെങ്കിൽ നീ വന്ന കാര്യം പറയും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹീറോ പറയും, എലമെന്ററി സ്കൂളിൽ ഒരു ബോഡി കണ്ടുകെട്ടി. 30 വയസ്സിന് താഴെ പ്രായം കാണുള്ളൂ. കെട്ടിത്തൂക്കിയ അവസ്ഥയിലായിരുന്നു. നെഞ്ചിലൊരു O കട്ടുണ്ട്. നമ്മൾ 2 പേരുടെയും ബാഡ്ജ് നമ്പർ ആ കില്ലർ ഡെസ്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. ബോഡി ഓട്ടോപ്സിക്ക് പോയിട്ടുണ്ട്. താൻ വരികയാണെങ്കിൽ ആ ബോഡി കണ്ട് തനിക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. പഴയ പാർട്ട്ണർ വരാമെന്ന് പറയും. ഈ സമയത്ത് നമ്മുടെ റിപ്പോർട്ടർ അവർ ഹീറോയെ ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് അവരെ വീട്ടിൽ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവൾ ഹീറോയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഹോമിസൈഡ് ഡിപ്പാർട്ട്മെന്റ്, കൊലപാതകങ്ങൾ കണ്ടുപിടിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുത്തത്? കാരണം ഇതിനു മുന്നേ ഒരു സാധാരണ സ്റ്റേഷനിലെ SI കണ്ടായിരുന്നു പുള്ളി. എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി എന്ന് റിപ്പോർട്ടർ പെണ്ണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഹീറോ ചില പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് എന്ന് മാത്രമേ പറയുള്ളൂ. ആ പേഴ്സണൽ റീസൺ എന്താണെന്ന് പറയില്ല. പിറ്റേന്ന് നമ്മുടെ റിപ്പോർട്ടർ ലേഡി, അവളാണ് ഹീറോയിൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഹീറോ ആരോടോ ഫോണിൽ ദേഷ്യപ്പെടുന്നുണ്ടാവും. അതേടാ, എന്റെ ഭാര്യയുടെ കേസ് എപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കണം മനസ്സിലാക്കണം എന്നുള്ള എനിക്കറിയാം, നീയൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കോള് കട്ടാക്കുന്നുണ്ട്. ഏതോ പത്രക്കാരൻ തോന്നുന്നു വിളിച്ചത്, അറിയില്ല. ഇതും കണ്ടുപോകുന്ന ഹീറോയിനെ അവിടുത്തെ ക്യാപ്റ്റൻ വിളിക്കും. അവരൊരു ലേഡിയാണ്, നമ്മുടെ ഹീറോനെക്കാട്ടിലും വലിയ ഓഫീസർ, ആ സ്റ്റേഷനിലെ ഇൻചാർജ്. അവർ നമ്മുടെ റിപ്പോർട്ടറോട് പറയുന്നുണ്ട്, എത്ര തന്നെ കമ്മീഷണർ ഈ കേസിൽ ഇൻവോൾവ് ആകാൻ നിങ്ങൾക്ക് പെർമിഷൻ തന്നിട്ടുണ്ടെങ്കിലും മരിച്ചതൊരു മനുഷ്യനാണ്. അവർക്ക് കുടുംബം ഉണ്ടാവും, ബന്ധുക്കളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അവരെക്കുറിച്ച് എഴുതുകയോ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് ആക്കുകയോ ചെയ്യരുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ ഉടനെ ഞാൻ നിങ്ങളെ റിമൂവ് ചെയ്യും. കാരണം ഈ കേസിന്റെ ഇൻചാർജ് ഞാനാണ്, മനസ്സിലായല്ലോ? അങ്ങനെ ഉണ്ടാകരുതെന്നും പറഞ്ഞ് ക്യാപ്റ്റൻ ഇവളെ വാൺ ചെയ്ത് വിടും. റിപ്പോർട്ടറും യെസ് ക്യാപ്റ്റൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ നല്ലൊരു ഷാർപ്പായ ലേഡിയാണ്. എന്നാൽ അവർക്ക് ആക്സിഡന്റ് പറ്റി കാല് രണ്ടും ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അത് കഴിയുമ്പോൾ റിപ്പോർട്ടറെയും കൂട്ടി ഹീറോ ഓട്ടോപ്സി നടത്തുന്ന സ്ഥലത്തേക്ക് പോകുന്നു. നമ്മുടെ പഴയ പാർട്ട്ണർ ഡാഡി അങ്ങോട്ട് വരുന്നുണ്ട്. അവിടുത്തെ ഡോക്ടറൊക്കെ ഡാഡിയുടെ പഴയ കൂട്ടുകാരികളാണ്. ഇവരൊരുമിച്ച് പഴയ കേസുകളൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് പരസ്പരം ഗ്രീറ്റ് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ ഹീറോയിനും തന്നെ ഡാഡിക്ക് പരിചയപ്പെടുത്തും. എവിടുന്നാണോ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നത് എന്ന് പിറുപിറുക്കുന്നുണ്ട് ഡാഡി. അത് കഴിയുമ്പോൾ ഹീറോ ഈ ബോഡി കാണിച്ച്, മരിച്ച പെണ്ണിന്റെ ബോഡി കാണിച്ച്, പെൺകുട്ടിയുടെ പേര് കെറി കൂപ്പർ എന്നാണ്, 24 വയസ്സേ ഉള്ളൂ. ഫോറിൻ ലാംഗ്വേജ് ടീച്ചറാണ് ആ സ്കൂളിൽ. ഇപ്പൊ ബോഡി കണ്ടു കിട്ടിയ ആ സ്കൂളിലെ ടീച്ചറാണ്. ഇവളെ എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോ എന്ന് ഹീറോ ചോദിക്കും. ഡാഡി പറയും, ഇല്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഈ മുഖം എനിക്ക് ഓർമ്മയില്ലെന്ന്. ഈ പെൺകുട്ടി മിസ്സിംഗ് ആയിട്ട് 3 ദിവസമായി. അച്ഛനും അമ്മയും കേസ് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു വിവരവുമില്ല. ഇനി ഓട്ടോപ്സിയിൽ എന്താണ് പറയാനുള്ളതെന്ന് ഡാഡി ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ പറയും, മരണം ഏകദേശം 10:30 മണി കഴിഞ്ഞിട്ട് മിഡ്നൈറ്റ് സമയത്താണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴും ബോഡിക്ക് ചൂടുണ്ട്. പിന്നെ നെഞ്ചിലെ കട്ടിങ്, O ഷേപ്പിലുള്ള കട്ടിങ് പെണ്ണ് ജീവനോടുള്ളപ്പോൾ തന്നെ ചെയ്തതാ. അത് കഴിഞ്ഞ് കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. പിന്നെ ഈ O ഷേപ്പിൽ കട്ട് ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് വീണ്ടും ഡ്രസ്സ് അണിയിപ്പിച്ചിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ അവസ്ഥ പോലീസുകാർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ കില്ലർ മനഃപൂർവ്വം ഇതെല്ലാം ചെയ്ത്. ഇനി വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിബ് സെല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുന്നേ. റീസെന്റ് ആയിട്ട് അത് ഹീലായിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിനും സാധ്യതയുണ്ട്, അതുകൊണ്ടും ആയിരിക്കാം എന്ന് ഡോക്ടർ പറയും. പിന്നെ തലയിലൊരു ക്ഷതം ഏറ്റിട്ടുണ്ട്. അതൊരു പക്ഷേ പെണ്ണിനെ ബോധം കെടുത്താൻ വേണ്ടി കില്ലർ എന്തെങ്കിലും ആയുധം ഉപയോഗിച്ച് ചെയ്താവാം. എന്നാൽ മരണകാരണം കഴുത്തിലെ കുരുക്ക് തന്നെയാണ്. ഇതെല്ലാം ഹീറോയും കൂട്ടുകാരും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവർ നേരെ ഈ പെൺകുട്ടി, മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ഒരുപാട് സിഗരറ്റ് വലിച്ചതിന്റെ ആഷ്ട്രേ കാണാം. പെണ്ണ് നല്ല വലിക്കാരിയാണല്ലോ എന്ന് റിപ്പോർട്ടർ കമന്റ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവള് ഡാഡി പോലീസിനോട് ചോദിക്കും, സർ, നിങ്ങൾ എന്താണ് ശരിക്കും ഈ വീട്ടിൽ തിരയാൻ വേണ്ടി വന്നിട്ടുള്ളത്? എന്തായിരിക്കും ഒരു ഹോമിസൈഡ് കേസിൽ പോലീസുകാർ തിരയുക? അത് കേട്ട് ഡാഡി പറയും, ഞങ്ങൾക്കും അറിയില്ല, എന്താ തിരയേണ്ടതെന്ന് ഞങ്ങൾക്കും അറിയില്ല, ഞങ്ങളിങ്ങനെ തിരയും. ഇപ്പൊ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ മരിച്ച പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗിൽ നിന്നും ഡാഡി ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നുണ്ട്. അത് ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണാണ്, ആ ടീച്ചർ ലേഡിയുടെ. അവരെ മൊബൈലിൽ നിന്നും ജോയി ട്രൂമാൻ എന്നൊരാൾക്ക് കോള് പോയിട്ടുണ്ട്, വന്നിട്ടും പോയിട്ടുണ്ട്.
ഡാഡി പറയും പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പറഞ്ഞത് ഇവൾക്ക് ജോയി എന്ന് പറഞ്ഞൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്നാണ്. പക്ഷേ ഈ ജോയി ആരാണെന്നോ എന്താണെന്നോ അവർക്കറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇത് ഡാഡി പറയുന്ന സമയത്ത് ഹീറോ ഡാഡിനെ വിളിക്കുന്നുണ്ട്. ആർച്ചർ ഇങ്ങോട്ട് വരൂ, ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഡാഡിയും റിപ്പോർട്ടറും ബെഡ്റൂമിനകത്തേക്ക് പോകുമ്പോൾ ബെഡ് നിറച്ചും ചോരക്കളമാണ്. ബെഡിൽ മാത്രമല്ല ചുവരിലേക്കും രക്തം ചെത്തറി എറിഞ്ഞിട്ടുണ്ട്. ഈ ലേഡിക്ക് തലയിലൊരു ക്ഷതം ഉണ്ടായിട്ടില്ലേ, അതൊരു പക്ഷേ ഗ്ലാസിൽ പിടിച്ച് അമർത്തി അടിച്ചതുകൊണ്ടായിരിക്കാം. ഗ്ലാസ് പൊട്ടി അവിടെ രക്തം കാണാം, കുറച്ച് മുടിയും അതിനോടൊപ്പം ഉണ്ട്. അത് കഴിഞ്ഞ് ഇവർ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കബേർഡിൽ എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് ഹീറോയും ഡാഡിയും ഞെട്ടിപ്പോവും. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നോ? അത് അവർ പ്രതീക്ഷിച്ചല്ല. റിപ്പോർട്ടർ ചെന്ന് നോക്കുമ്പോൾ ഈ സെക്ഷൽ ഫാന്റസിക്ക് വേണ്ടി ഗെയിമൊക്കെ കളിക്കുന്ന ഒരുപാട് വസ്ത്രങ്ങളും ടോയ്സും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുന്ന എക്സ്ട്രീം സെക്ഷൽ ഫാന്റസി ഉള്ള ആൾക്കാരാണ്. സോ ഈ മരിച്ച പെൺകുട്ടിക്കും അങ്ങനത്തെ ഫാന്റസികൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവര് അടുത്ത് ജോയി ട്രൂമാൻ, അതായത് ഈ പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ട്, ആ ബോയ് ഫ്രണ്ടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ സ്റ്റൈലായിട്ടൊരു ലേഡി തിണ്ണെ തന്നെ ഇരിപ്പുണ്ട്. പോലീസുകാർ പറയും ഞങ്ങൾ ജോയി ട്രൂമാനെ കാണാൻ വേണ്ടി വന്നാണെന്ന്. എന്താ കാര്യം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, ഒന്ന് കാണണമെന്ന് പറയും. ഉടനെ ഈ ലേഡി ജോയി അകത്തുണ്ട്, ചെന്ന് കണ്ടോളൂ എന്ന് പറയും. ഇവരകത്തേക്ക് പോകാൻ നേരം ഇവള് വിളിച്ച് ഒച്ചയിട്ട് ജോയിയോട് പറയാണ്, ജോയി പോലീസുകാർ വരുന്നു, ഓടിക്കോ എന്ന്. അയാൾ ഉടനെ ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാലും ഇവര് പുറകെ ചെന്ന് ടാക്കിൾ ചെയ്ത് അയാളെ പിടിച്ചു. അതൊരു മിഡിൽ ഏജ് മാനാ, പെട്ടെന്ന് പിടിക്കാൻ പറ്റി. അപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ടർ ശ്രദ്ധിക്കുന്നത് ഈ ലേഡി ഇല്ലേ, തിണ്ണയിലിരുന്ന ലേഡി ബ്ലാക്ക് സിഗരറ്റ് വലിക്കുന്നുണ്ട്. ഒരുപാട് സിഗരറ്റ് വലിച്ചു വെച്ചിട്ടുണ്ട്. ഇതേ സിഗരറ്റാണ് നമ്മൾ മരിച്ച പെൺകുട്ടിയുടെ വീട്ടിലും കണ്ടത്. ഇവൾക്ക് സംശയാവും. ഇവള് പോലീസുകാരെ വിളിക്കും, ഡിറ്റക്റ്റീവ്സ് നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ? ഇത് കേട്ടുടനെ നമ്മുടെ സ്റ്റൈലം പെണ്ണ് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ്. പോലീസുകാർ വിടില്ല, പുറകെ ഓടി ചെല്ലുന്നുണ്ട്. എന്താ കാര്യം എന്നറിയില്ല, പക്ഷെ എന്തോ അവള് മറയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇവൾ ഓടിപ്പോകുമ്പോഴാണ്, അയൽക്കാരുടെ വീടിനിടയിൽ കൂടെ ഓടിപ്പോകുമ്പോഴാണ് മറ്റൊരു രസം. അയൽക്കാരി അമ്മച്ചി, ജോയ് നിനക്ക് എന്താ പറ്റിയേ, നീ എന്തിനാ ഇങ്ങനെ ഓടണേന്ന് ചോദിക്കും. ഇവള് ഞാൻ തിരികെ വന്നിട്ട് പറയാന്ന് പറഞ്ഞ് ഓടുക. അപ്പൊ യഥാർത്ഥത്തിൽ ജോയി ട്രൂമാൻ ഒരാണല്ല, ഈ ലേഡിയാണ്. നമ്മുടെ മരിച്ച കെല്ലിയുടെ പാർട്ട്ണറായ പെണ്ണ് ഈ ലേഡി പെണ്ണാണ്. ഇവൾ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ റിപ്പോർട്ടറും ഡാഡിയും കൂടെ കാറുകൊണ്ട് അവളെ ക്രോസ് ഇട്ട് മടക്കി പിടിച്ചു. ഇപ്പൊ പിടിച്ച പെണ്ണിനെ അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ. അവളുടെ ഇരുത്തവും നോട്ടവും ഒക്കെ കണ്ടിട്ട് വിഷമുള്ള പെണ്ണായിട്ട് തോന്നുന്നില്ല. അത് തന്നെ ഇവർക്ക് സംശയമാവും. പിന്നെ കേരി അവളുടെ അച്ഛനും അമ്മയോടും ഇവളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, കാണിച്ചു കൊടുത്തിട്ടില്ല. കാരണം ഇത് ലേഡിയല്ലേ, അവളൊരു ലെസ്ബിയനാന്നുള്ള കാര്യം അവള് പാരന്റ്സിനോട് പറഞ്ഞിട്ടില്ല. ഈ പാർട്ട്ണറെ ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവരിന്ന്. ഇപ്പൊ അവൾക്ക് വിഷമമില്ല, കുറ്റബോധമില്ല, തന്നെ എന്തിനാണ് പിടിച്ചിരിക്കണേന്ന് പോലും അവൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് തന്നെ നമ്മുടെ പോലീസുകാർക്ക് സംശയം കൂടുതലായിട്ട് ഉളവാക്കും. ഇവർ നേരെ ചെന്ന് അവളോട് സംസാരിക്കുന്നു. ഞങ്ങൾ എന്തിനാണ് നിന്നെ പിടിച്ചെന്നറിയോ എന്ന് ചോദിക്കുന്നു. അതിന് അവള് പറയാണ്, ഞാനിപ്പോൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് മാസങ്ങളായിട്ട് വളരെ ക്ലീൻ ആണ്, പിന്നെ എന്തിനാണ് എന്നെ നിങ്ങൾ പിടിച്ചത്? ഹീറോ പറയും, ഞങ്ങൾ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യം സംസാരിക്കാനാണ് നിന്നെ പിടിച്ചത്, നിനക്കൊന്നും ഓർമ്മയില്ല, നീ ഒന്നും ചെയ്തിട്ടില്ല. അത് കേട്ട് ജോയി പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമോ എന്നെനിക്കറിയില്ല. ആക്ച്വലി അഗ്രസീവായിട്ട് സെക്ഷൽ കോണ്ടാക്ട് അവളാണ് എന്നോട് കാണിച്ചിട്ടുള്ളത്. അതിന്റെ പാടെല്ലാം എന്റെ ശരീരത്തുണ്ട്. ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. എന്നാൽ പലപ്പോഴും എന്നെ ഒരു തെരുവ് പെണ്ണായിട്ടാണ് അവൾ കണ്ടതും ട്രീറ്റ് ചെയ്തു. അതിലെനിക്ക് ദേഷ്യമുണ്ടായി, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, അതൊരു അടിയായി, രണ്ടുപേർക്കും പരസ്പരം പരുക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതെല്ലാം പറഞ്ഞ് സോൾവ് ആക്കി ഞങ്ങൾ പഴയതുപോലെ പോകാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അവൾക്ക് കുറച്ച് സമയം വേണമായിരുന്നു, ഞാൻ ആ സമയം കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ ഡാഡി ചോദിക്കും, നീ അവസാനമായിട്ട് കെരിയെ എപ്പോഴാണ് കണ്ടതെന്ന്? ജോയി പറയും, ലാസ്റ്റ് വീക്കാണെന്ന്. അത് പറഞ്ഞിട്ട് അവള് ചോദിക്കും, നിങ്ങൾ വേണമെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കും, ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല, ഈ കേസ് ആരാണ് കൊടുത്തത്? അവൾ അങ്ങനെ കൊടുക്കില്ലല്ലോ, നിങ്ങൾ വിളിച്ച് ചോദിക്കുന്നു പറയും. അപ്പൊ ഡാഡി കെരി മരണപ്പെട്ട് കിടക്കുന്ന ഫോട്ടോ ജോയിക്ക് കാണിച്ചു കൊടുത്തിട്ട്, ഈ അവസ്ഥയിൽ കിടക്കുന്ന പെണ്ണിനോട് വിളിച്ച് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് പറയും. ഡാഡി അത്ര സെന്റിമെന്റൽ അല്ല. ടവേന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരന്റെ ജോലിയാണെന്നും പറഞ്ഞ് ഒരു ഇമോഷൻസും ഇല്ലാതിരിക്കും. പക്ഷെ കൂട്ടുകാരി മരിച്ചടക്കുന്ന ഫോട്ടോ കണ്ട ജോയി ആകെ വിറച്ച് സങ്കടപ്പെട്ട്, എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം, അവള് മരിച്ചിട്ടില്ല, ഞാനത് വിശ്വസിക്കില്ല, എനിക്ക് ഇപ്പൊ തന്നെ കാണണം എന്ന് പറഞ്ഞ് കരയാം. അപ്പൊ ഹീറോ ഡാഡിയെ പുറത്തേക്ക് പോകാൻ പറയും. ആർച്ചർ ഒന്ന് പുറത്തു പോകും, അവൾ ഇമോഷണലാണ്, കൂളായതിനു ശേഷം സംസാരിക്കാം. ഇതും പറഞ്ഞ് ഡാഡിയെ പറഞ്ഞു വിട്ടിട്ട് ജോയിയോട്, തനിക്ക് വെള്ളം എന്തെങ്കിലും വേണോ, ഞാൻ സോഡ തരാം, ചെറിയൊരു ബ്രേക്ക് എടുത്തോ, അത് കഴിഞ്ഞ് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരു ചെറിയ ടിൻ സോഡ ഇവൾക്ക് കൊടുക്കും. കൊടുത്തിട്ട് പുറത്തു വരുമ്പോൾ ഹീറോയിൻ ചോദിക്കുകയാണ്, ഇവള് തന്നെയാണോ സസ്പെക്ട്, നിങ്ങൾ ഉറപ്പിച്ചോന്ന്? ഡാഡി പറയും, എന്തായാലും അവര് തമ്മിൽ കാര്യമായ വഴക്കും അടിയും ഉണ്ടായിട്ടുണ്ട്, അതിലായിരിക്കും കെരിയുടെ റിബ്സ് ഒക്കെ പൊട്ടിയിട്ടുണ്ടാവുക. ചിലപ്പോൾ രണ്ടാമതുണ്ടായ വഴക്കിലായിരിക്കണം ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവുക. ചില സമയത്ത് സ്നേഹം കൂടിയാൽ കൊലപാതകം സംഭവിക്കാലോ, അങ്ങനെ ആവുമെന്ന് ഡാഡി പറയും. അപ്പൊ ഹീറോ, ഇല്ല ആർച്ചർ, നമ്മുടെ കില്ലർ വളരെ കാൽക്കുലേറ്റഡ് ആണ്, മെത്തോഡിക്കലാണ്, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വയലന്റ് ആയിട്ട് ചെയ്തല്ല, പ്ലാൻഡ് ആയിട്ട് ചെയ്ത ക്ലീൻ കില്ലറാണ്. ഇവളല്ല നമ്മുടെ കൈ, ഇവൾക്ക് അതിനും മാത്രമുള്ള ഇന്റലിജൻസ് ഇല്ല. ഇതിവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു സീൻ നടക്കുന്നുണ്ട്. ആ സീൻ കണ്ട ഹീറോയിൻ ഒച്ച വെക്കുമ്പോൾ
നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് ഈ ക്യാബിനകത്തേക്ക് ഓടിപ്പോവും. സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ ജോയി ആ കുടിക്കാൻ കൊടുത്ത ടിന്ന് പൊട്ടിച്ച് തന്റെ കൈ കീറി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുക. പെട്ടെന്ന് തന്നെ ഇവര് അവളെ ആശുപത്രിയിലേക്ക് മാറ്റി. അത് കഴിയുമ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ നല്ല തെറി പറയാം ഹീറോയോടും ഡാഡിയോടും. നീയൊക്കെ എന്ത് ബോധത്തിലാണ് ഒരു സസ്പെക്റ്റിന്റെ കയ്യിൽ മെറ്റൽ ടിന്ന് കൊടുക്കാൻ പോയത്? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നമ്മളെല്ലാം തലവെട്ടി വീട്ടിയിരുന്നേനെ. റൂണി, നിന്റെ മൈൻഡ് ശരിയല്ല. ഇപ്പൊ നീ ഓക്കെ അല്ലാന്ന് എനിക്കറിയാം. നിന്റെ തലയ്ക്കകത്ത് പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം വെച്ച് നീ ജോലി ചെയ്യണ്ട. ബ്രേക്ക് എടുത്തോ, ഓക്കെ ആയിട്ട് വന്നാൽ മതി. അത് കേൾക്കുമ്പോൾ ഹീറോ പറയും, ഇല്ല, ബ്രേക്ക് എടുത്താലാണ് എനിക്ക് കൂടുതൽ കുഴപ്പമുണ്ടാവുക. ദയവേത് ഈ കേസിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കണം. ഞാൻ ഇനി കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല. ഷാർപ്പായിട്ട് നിന്നോളാന്ന് പറയും ഹീറോ. അപ്പൊ ക്യാപ്റ്റൻ, ഈ ഒരു തവണ ഞാൻ ക്ഷമിക്കുന്നു. ആ പെൺകുട്ടിയുടെ ഹെൽത്ത് ഇപ്പൊ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ്. മാത്രമല്ല മരിച്ച പെൺകുട്ടി കെറി, അവൾ മരിക്കുന്ന സമയത്തും കാണാതായ സമയത്തും ഇവൾക്ക് വേറെ അലിബൈ ഉണ്ട്. ഇവൾ മറ്റൊരു സ്ഥലത്തായിരുന്നു. സോ നമ്മൾ തേടുന്ന പേഴ്സൺ അല്ല ഇവള്. അതുകൊണ്ട് അവളെ ഇനി ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവയെ കണ്ടുപിടിക്കുന്നു പറയും. അതിന്റെ കൂടെ തന്നെ ഡാഡി ഇപ്പോ സർവീസിലല്ല. അതുകൊണ്ട് ഒരുപാട് അക്രമം കാണിച്ചാൽ സാധാരണക്കാരനെ പോലെ ഉള്ളിപ്പോവും. എനിക്കിതിനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നും കൂടെ ക്യാപ്റ്റൻ പറയും. ഡാഡി തീർച്ചയായിട്ടും ഞാൻ ഉപദ്രവിക്കില്ല, മിണ്ടാതെ നല്ല കുട്ടിയായിട്ട് ഇരുന്നോളാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അടുത്തത് ഡേവിഡ് ഗ്രീൻ എന്നൊരാളെ തേടി പോവാ. രാത്രിയായി. ഈ രാത്രിയാണ് പോകുന്നത്. സംഭവം കെറിയുടെ വീട്ടിൽ നിന്ന് നിറച്ചും രക്തക്കളം കിട്ടിയില്ലേ? ആ രക്തം എടുത്ത് ഫോറൻസിക്കാർ ചെക്ക് ചെയ്തപ്പോൾ അതിൽ കുറെ അനിമൽ ബ്ലഡ് ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു പുരുഷന്റെ ബ്ലഡും കൂടെ ഉണ്ട്. ആ ബ്ലഡിൽ നിന്ന് കിട്ടിയ DNA വെച്ച് പരിശോധിച്ചപ്പോൾ അത് ഡേവിഡ് ഗ്രീൻ എന്നൊരാളുടെ ബ്ലഡ് ആയിരുന്നു. ആ ഡേവിഡ് ഗ്രീൻ കുറച്ചു നാള് ഒരു ക്രൈമിന് ജയിലിലായിരുന്നു. ഇപ്പൊ റിലീസായി ദൈവവേല ചെയ്യാൻ വേണ്ടി ഒരു ക്രിമിനൽസിന്റെ ചർച്ചുണ്ട്. ജയിലിൽ നിന്ന് റിലീസായവരൊക്കെ മാനസാന്തരപ്പെട്ട് നന്മകൾ ചെയ്യാനും ദൈവവേലകൾ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ചർച്ചിലേക്കാണ് വരിക. ഇവിടെയാണ് അവർ കുമ്പസരിക്കുകയൊക്കെ ചെയ്യുക. അങ്ങനെ ഒരു പ്രത്യേക ചർച്ച്. അതായിരിക്കും ഡേവിഡ് ഗ്രീന്റെ ലൊക്കേഷനായിട്ട് ഇവർക്ക് കിട്ടിയത്. ഇവരങ്ങനെ ആ ചർച്ചിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ചർച്ചിന്റെ നടുക്കളത്തി വെച്ച് ഒരു തൂക്കിയിട്ട ബോഡി ഡാഡിയെ ഇടിച്ചു തെറിപ്പിക്കും. ഡാഡി തലയടിച്ച് നിലത്ത് വീഴാണ്. ഹീറോയും റിപ്പോർട്ടറും രക്ഷപ്പെട്ടു. അവര് മാറി വീണ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരുത്തൻ തലപ്പാവൊക്കെ ഇട്ട് ഹാളിൽ ദൂരെ നിൽക്കുന്നു കാണാം. ഹീറോ അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടി അനങ്ങരുത്, അനങ്ങിയാ വെടിവെക്കൂന്ന് പറഞ്ഞ് ഡാഡിയുടെ അവസ്ഥ എന്തായെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരൊറ്റ ഫ്രാക്ഷൻ സെക്കൻഡ് കൊണ്ട് മറ്റവൻ ഓടി രക്ഷപ്പെട്ടു. ഇപ്പൊ ഡാഡി തലയ്ക്കടിയിട്ടി പകുതി അബോധാവസ്ഥയിലായിരിക്കും. പക്ഷെ കൂടുതൽ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്കാരനെ എഴുന്നേപ്പിച്ച് ഇവരെ വന്ന് ഇടിച്ച ബോഡി എന്താണെന്ന് നോക്കുമ്പോൾ പന്നിയുടെ തല ഫിറ്റ് ചെയ്തൊരു ബോഡി ക്രോസിൽ ഈശോയെ പോലെ തറച്ചു വെച്ചിരിക്കുക. അതാണ് ഇവരെ വന്ന് ഇടിച്ചു വീഴ്ത്തിയത്. അവിടെ വാളിലായി നേരത്തെ ഹാങ്മാൻ്റെ ഒരു പ്ലേ കണ്ടില്ലേ, അതിന്റെ ചിത്രമുണ്ട്. അതിൽ VON ഇപ്പൊ ഒരു N എന്ന ലെറ്ററും കൂടെ കൂടുതലായിട്ട് ചേർന്നിട്ടുണ്ട്. സോ മൂന്നാമത്തെ ആളെയാണ് കൊന്നിരിക്കുന്നത്. ഡാഡി റിപ്പോർട്ടറോട് നീ കൊലയാളിയുടെ മുഖം കണ്ടിരുന്നോ എന്ന് ചോദിക്കും. റിപ്പോർട്ടർക്ക് കാണാൻ പറ്റിയില്ല. ഹീറോയോട് ചോദിക്കുമ്പോൾ പടുകളവനായ തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പോരാടുമായിരുന്നു. അതിനിടയ്ക്ക് കില്ലറെ പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ എല്ലാം ക്ലീനായി അറിഞ്ഞിട്ടാണ് അവൻ കളിക്കുന്നത് എന്ന് മനസ്സിലായി. അധികം വൈകാതെ ബാക്കിയുള്ള പോലീസുകാർ അവിടെ എത്തിക്കഴിഞ്ഞു. അവർ മരണപ്പെട്ട ആളെ ഐഡന്റിഫൈ ചെയ്തു. അയാളുടെ പേര് ജീൻ വിൽസൺ എന്നാണ്. ഒരു മോഷണ കേസിൽ തടവിലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് റിലീസായിട്ടേ ഉള്ളൂ. എന്നിട്ടാണ് ഇങ്ങനെ മരണപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ മരണപ്പെട്ട ആൾക്കാരുടെ പേരിന്റെ ലെറ്റർ അല്ല ഈ കില്ലർ എഴുതി വെക്കുന്നത്. അയാൾ എന്തോ ഒരു വാക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനെയാണ് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്നത്. എന്താണെന്ന് അവസാനം നമുക്കറിയും. ഇപ്പൊ ഡാഡി ഡേവിഡ് ഗ്രീൻ എന്നൊരാളെയല്ലേ അന്വേഷിച്ചു വന്ന് ഇങ്ങോട്ട്. അയാളെ നിങ്ങൾ കണ്ടുപിടിച്ചോന്ന് പോലീസുകാരോട് ചോദിക്കും. അപ്പൊ പോലീസുകാർ പറയും അന്വേഷിക്കാനൊന്നുമില്ല, ഇവിടുത്തെ ഫാദർ തന്നെയാണ് ഡേവിഡ് ഗ്രീൻ എന്ന്. ഇവരാകെ ഷോക്കാവും. ഇവിടുത്തെ ഫാദറോ? അങ്ങേര് തടവിലുണ്ടായിരുന്ന ആളല്ലേ, പിന്നെ ഇങ്ങനെ വീണ്ടും ഫാദറായി? ആ ഡേവിഡ് ഗ്രീൻ എന്ന ഫാദർ ചർച്ചിലുണ്ടാവും. ഇവർ ആ ഫാദറിനെയും കൂട്ടിക്കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങളൊരു കേസിൽപ്പെട്ട് തടവുപുള്ളിയായിരുന്നു, പിന്നെ എങ്ങനെ ചർച്ച് നിങ്ങളെ വീണ്ടും ഫാദറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു? അത് ചോദിക്കുമ്പോൾ ആ ഫാദർ പറയും ഞാൻ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു ജയിലിൽ വെച്ച് തന്നെ. എന്നാൽ ചർച്ച് എന്നോട് പൂർണ്ണമായി ക്ഷമിച്ചിട്ടില്ല. ഞാൻ ഈ ജയിലിൽ നിന്ന് മോചിതരായ ആൾക്കാർക്ക് മാത്രം സേവ ചെയ്യാനേ ചർച്ച് എന്നെ അലോ ചെയ്യുന്നുള്ളൂ. അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ജോലി. അതൊരു പാപ പരിഹാരമായി ഞാൻ ചെയ്തു പോകുന്നു. അപ്പൊ ഡാഡി ചോദിക്കും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അറിയാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ ചർച്ചിൽ ഇപ്പൊ മരണപ്പെട്ട ആൾ, അയാൾ എന്തുകൊണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ചർച്ചിലേക്ക് വന്നു? ഫാദർ പറയും അയാൾ റീസെന്റായി റിലീസായ ആളാ. പല സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ ചർച്ചിലേക്ക് വരും. ഇവിടെ ആർക്കും വിലക്കില്ല, ഏത് സമയത്തും വരാം. അങ്ങനെ വന്നതായിരിക്കണം, മറ്റൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും ഫാദർ. അപ്പൊ ഡാഡി എന്നാ പിന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായി നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള പ്രോപ്പർ ഡീറ്റെയിൽസ് വേണമെന്ന് പറയും. അപ്പൊ ഫാദർ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ സ്പ്രിംഗ്ഫീൽഡിലാണ്. ഇന്ന് എത്തിയതേ ഉള്ളൂ. ഇന്ന് ഈ വിവരം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ ഹീറോ ചോദിക്കും എന്നാൽ നിങ്ങൾക്ക് മിസ് കെറി കൂപ്പർ എന്ന പെൺകുട്ടിയെ അറിയോ, പരിചയമുണ്ടോ എന്ന്? ഫാദർ ഇല്ല എന്നാ പറയാ, ആ പേര് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഡാഡി ചോദിക്കുന്ന എല്ലാ മറുപടിക്കും ഇല്ല എന്നാണല്ലോ പുള്ളി പറയുന്നത്. മിസ് കെറി കൂപ്പറുടെ വീട്ടിൽ ആ ലേഡി മരണപ്പെട്ട സമയത്ത് നിങ്ങളുടെ രക്തം എന്തുകൊണ്ട് അവിടെ ഉണ്ടായി? അത് കേൾക്കുമ്പോൾ ഫാദർ പറയും ഒരു 2 മാസം മുന്നേ അർദ്ധരാത്രി ആരോ എന്നെ തലക്കടിച്ച് ബോധം കെടുത്തി. ബോധം വന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഒരു വെയിൻ മുറിഞ്ഞിരുന്നു, അതിൽ നിന്നും രക്തം പോകുന്നുണ്ടായിരുന്നു. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ.
അത് കേൾക്കുമ്പോൾ ഡാഡി ചിരിയും. ഈ കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ ഒരുപാട് കഥകൾ അറിയാം. കഴിഞ്ഞ ദിവസം ഞാൻ രാത്രി എഴുന്നേറ്റപ്പോൾ ഒരു പിങ്ക് പാവാട ധരിച്ചിരുന്നു. അതാരാണോ എന്നെ ധരിപ്പിച്ചത്? ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനെ പലപ്പോഴായിട്ട് പല ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളും കഥകളും എനിക്കറിയാം. അതുപോലെയല്ലേ ഇത്? താൻ പറയുന്ന ഒന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഫാദർ. നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ പോലീസുകാരാ ഫാദറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് റിപ്പോർട്ടർ ഹീറോയിൻ ഓഫീസിലേക്ക് വന്നിട്ട് ഹീറോയുടെ ഡെസ്കിനകത്തൊരു ഫയലുണ്ട്. ആ ഫയൽ ആരും കാണാതെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഡാഡി വരിക. നിനക്ക് ഈ ക്യാബിനിലേക്ക് പ്രവേശനമില്ലല്ലോ, പിന്നെ നീ ഇവിടെ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പൊ റിപ്പോർട്ടർ അവൾ എടുത്ത ഫയലിൽ നിന്ന് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ഡാഡിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കൊല്ലാൻ വേണ്ടി വരഞ്ഞു കീറിയതായിരിക്കും എന്നാണ്. പക്ഷെ അതിലൊരു V ലെറ്റർ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. നിങ്ങൾ നോക്കൂ എന്ന് പറയും. ഡാഡി ആ ഫോട്ടോഗ്രാഫ് കണ്ട് ഞെട്ടിപ്പോവും. ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. അവരെ രണ്ടുപേരെയും ഞാനാണ് പരസ്പരം പരിചയപ്പെടുത്തിയത്. അതായത് ഹീറോനെയും ഹീറോയുടെ ഭാര്യനെയും. അവരെ കല്യാണത്തിനും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഇങ്ങനൊരു കഥയുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ട് ഞാനത് മിസ് ചെയ്തു? എന്തായാലും താനെങ്കിലും അത് കണ്ടുപിടിച്ചല്ലോ. ഇനി എങ്ങനെ ഞാനിത് അവനോട് പറയും? എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഡാഡി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അത് കഴിയുമ്പോഴാണ് ഈ ഫോട്ടോഗ്രാഫ് എന്താണെന്ന് നമുക്ക് കാണിക്കുന്ന ഹീറോയുടെ ഭാര്യ നെഞ്ചിൽ വരിഞ്ഞു കീറിയ അവസ്ഥയിൽ മരിച്ചിടക്കുന്ന ഫോട്ടോയാണത്. ആ സീൻ കഴിയുമ്പോൾ ക്യാപ്റ്റനും ഹീറോയും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. ഇവരാ ഫാദറെ അറസ്റ്റ് ചെയ്തല്ലോ. എന്നാൽ ഫാദർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം സത്യമായിരുന്നു. അങ്ങേര് 3 ദിവസമായി സ്പ്രിംഗ്ഫീൽഡിലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. മാത്രമല്ല പുള്ളിയുടെ ബ്ലഡിൽ ക്ലോറോഫോമിന്റെ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട്. സോ പുള്ളി ഒരാളെ ബോധം കെടുത്തി രക്തമെടുത്തു എന്ന് പറയുന്നതും സത്യമായിരിക്കണം. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഫാദറുടെ രക്തം ഈ പെണ്ണിന്റെ വീട്ടിലുണ്ടായിട്ടുണ്ടാവുക? റിപ്പോർട്ടർ പറയും, ഒരുപക്ഷെ നമ്മൾ ആ ചർച്ചിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കില്ലർ പണിത പ്ലാൻ ആയിരിക്കണം ആ രക്തം. ഹീറോ പറയും, തീർച്ചയായിട്ടും അവനൊരു സൈക്കോപാത്താണ്, ഒരു ഓർഗനൈസ്ഡ് കില്ലറാണ്. എല്ലാം വളരെ ക്ലീൻ ആൻഡ് ക്ലാരിറ്റി ആയിട്ടാണ് അവൻ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആണ്. കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വൈറ്റ് മെയിൽ 25 to 35 ഏജ് ഉള്ള ഒരു വൈറ്റ് മെയിൽ എക്സ്ട്രീംലി ഹൈ ഐക്യു ഉള്ള പേഴ്സണെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്യാപ്റ്റൻ ചോദിക്കും, ലാസ്റ്റ് മരണപ്പെട്ട ആളുടെ ശരീരത്തു നിന്നും ഒരു പന്നിയുടെ തല കിട്ടിയില്ലേ, അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അതിലെന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഹീറോയും പറയും, ഒരുപക്ഷെ പോലീസുകാരായ നിങ്ങൾ വെറും പന്നികളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കോ അങ്ങനെ വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ക്യാപ്റ്റൻ എന്തുകൊണ്ടും ഈ വിവരങ്ങളൊന്നും തന്നെ സ്റ്റേഷൻ പരിധി വിട്ട് പുറത്തു പോകരുത്. പുറത്തു പോയാൽ പിന്നെ താൻ ഈ പ്രൊജക്റ്റിൽ കാണില്ല. മനസ്സിലായല്ലോ? ഇത് വളരെ സീക്രട്ട് ആയിട്ടുള്ള മിഷൻ ആയിരിക്കണം. ഹീറോയിൻ തീർച്ചയായും ക്യാപ്റ്റൻ എന്ന് പറയും. അപ്പൊ ക്യാപ്റ്റൻ ഹീറോയോട് ചോദിക്കുകയാണ്, നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും ലീഡുണ്ടോ? വീണ്ടും നമ്മൾ 0-ലാണ് വന്നിരിക്കുന്നത്. ഹീറോ പറയും, നമ്മൾ 0-ൽ പോലും എത്തിയിട്ടില്ല. കാരണം അവന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൻ വരച്ച വരയിൽ ഒരു കുട്ടികളെ പോലെ നടന്നു പോകുന്നു. ഇപ്പൊ നമുക്ക് കണ്ടുകിട്ടിയിരിക്കുന്നത് 2 ബോഡിയാണ്. എന്നാൽ 3 ലെറ്റേഴ്സ് ഉണ്ട്. 3 ലെറ്റേഴ്സ് അവൻ എഴുതി വെച്ച് കഴിഞ്ഞു. അതിലെ ഫസ്റ്റ് വിക്ടിം V, അതാരാണെന്ന് പോലും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 0-ൽ പോലും നമ്മൾ എത്തിയിട്ടില്ല. അത് മാത്രമല്ല, അവന്റെ വാക്ക് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇനിയും 7 പേരെയും കൂടെ അവൻ കൊല്ലാൻ തയ്യാറാവും. അതിനു മുന്നേ അവനെ തടയണം. ഇതും പറഞ്ഞു കഴിഞ്ഞ് ഇവർ നേരെ ഓട്ടോപ്സി റിപ്പോർട്ട് എടുക്കാൻ പോവുകയാണ്. അവിടുത്തെ ഡോക്ടർ പറയും, മരണകാരണം ഇപ്രാവശ്യവും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നു തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മരണത്തിന് മുന്നേ ബോഡിയിൽ അക്ഷരം വെട്ടിയിട്ടുണ്ട്. പിന്നെ ടൈം ഓഫ് ഡെത്ത് ഏകദേശം മിഡ്നൈറ്റ് തന്നെയാണ്. അപ്പൊ ഡാഡി ചോദിക്കും, കറക്റ്റ് 11 PM ഡോക്ടർ മരിച്ചിട്ടുണ്ടാവുക? കാരണം ഇപ്പൊ മരിച്ച ആളുടെ കയ്യിൽ ഒരു റോളക്സ് വാച്ച് ഉണ്ട്. ആ വാച്ച് 11 PM സ്റ്റോപ്പായി. ഒരുപക്ഷെ ആ സമയമായിരിക്കോ മരണനേരം. ഡോക്ടർ പറയും, സാധ്യതയുണ്ടെന്ന്. അപ്പൊ റിപ്പോർട്ടർ, ഇയാളുടെ കയ്യിൽ ആ റോളക്സ് വാച്ച് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്നില്ല, ഇത് അയാളുടെ തന്നെ ആണോ എന്നുള്ളത് സംശയമുണ്ട്. അത് കേട്ട് ഡാഡി പറയും, ഒരു കെട്ടിടപ്പണിക്കാരന് റോളക്സ് വാച്ച് വാങ്ങാനോ സൂക്ഷിക്കാനോ ഉള്ള പണമൊന്നും ഉണ്ടാവില്ല. സോ ലക്ഷണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റാരോ വാച്ച് പൊട്ടിച്ച് ഇയാളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് 11 PM എന്നുള്ള സമയം നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹീറോ ഡോക്ടറോട് ചോദിക്കും, കഴിഞ്ഞ ബോഡിയും ഇപ്രാവശ്യം കിട്ടിയ ബോഡിയും രണ്ടും ഏകദേശം 11 PM മരണം നടന്നതെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഡോക്ടർ പറയും, ഓൾമോസ്റ്റ് ഉറപ്പിക്കാം, അതന്നെയാണ് സമയം. അപ്പൊ ഹീറോ ഡാഡിയോടും റിപ്പോർട്ടറോടും പറയാണ്, ആ ഹാങ്മാൻ ഓരോ 24 മണിക്കൂറിനുമാണ് ഒരു കൊലപാതകം നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി 2.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അടുത്ത ബോഡി കിട്ടാനായിട്ട്. കമോൺ ഗൈസ്, നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അടുത്ത വിക്ടിമിനെ കണ്ടുപിടിക്കാൻ, ആ സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഡോക്ടർ പറയും, ഈ ബോഡിയിൽ എക്സ്ട്രാ ആയിട്ട് കിട്ടിയത് പന്നിയുടെ തല മാത്രമാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? ഡാഡി പറയും, ഈ പന്നിയുടെ തലയിൽ ഒരു മാർക്കുണ്ട്, അത് FDA സ്റ്റാമ്പ്സ് ആണ്. നമ്മുടെ നാട്ടിൽ പശുക്കളെയൊക്കെ സീലടിക്കുന്ന കണ്ടിട്ടില്ലേ? അതേപോലെ പന്നികൾക്കും ഉണ്ടാകാം. എന്തായാലും അവരെ നാട്ടിലുണ്ട്. അങ്ങനെ ആ സീലി നോക്കുകയാണെങ്കിൽ ആ പന്നി ഏത് സ്ലോട്ടർ ഹൗസിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഉടനെ ക്യാപ്റ്റനെ വിളിച്ച് പറയാം, ആ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരുടനെ
തന്നെ കൺട്രോൾ റൂമിൽ വിളിച്ച് ആ സ്റ്റാമ്പ് ഡീറ്റെയിൽ കൊടുത്തിട്ട് അത് ഏത് സ്ലോട്ടർ ഹൗസിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കും. ഇവർ ആ സ്ലോട്ടർ ഹൗസിലേക്ക് എത്തുമ്പോഴേക്കും 11 മണി ആയി കഴിഞ്ഞു. കൂടെ റിപ്പോർട്ടറുണ്ട്. ഹീറോയും ഡാഡിയും റിപ്പോർട്ടറും കൂടെ മെല്ലെ സ്ലോട്ടർ ഹൗസിനകത്തേക്ക് പോകുന്നു. അവിടെ ഇപ്പൊ ജോലിക്കാരുമില്ല, എല്ലാവരും പോയി കഴിഞ്ഞു. ഹീറോയിനെ വാതിലിന് മുന്നിൽ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും അകത്തേക്ക് പോകും. ഈ പെണ്ണിനാണെങ്കിൽ ഇത്തിരി കൗതുകം കൂടുതലാ. അവൾ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നില്ല. അകത്ത് എന്താ സംഭവിക്കണേന്നറിയാൻ വേണ്ടി പെണ്ണ് മെല്ലെ അരച്ചരച്ച് അകത്തേക്ക് പോകുന്നു. നമ്മുടെ ഡാഡിയും ഹീറോയും ആണെങ്കിൽ ഒരുപാട് അകത്തേക്ക് പോയി. ഈ പെണ്ണാണെങ്കിൽ മെല്ലെ മെല്ലെ പന്നികളെ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ മെഷീൻ ഓണാവും. ഈ ഇറച്ചി പാസ് ചെയ്ത് പോകുന്ന മെഷീൻ ഓണാവും. ഞെട്ടിപ്പോയ പെണ്ണിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ തെറിച്ചു പോകുന്നു. ഈ മെഷീൻ ഓണാക്കിയത് ആരാണെന്നറിയാതെ അവള് ഹീറോയിനെയും ഡാഡിനെയും വിളിക്കും. ഗൈസ്, നിങ്ങൾ എവിടെയാണ്? എനിക്ക് പേടിയാകുന്നു, ഇവിടെ ആരൊക്കെയോ ഉണ്ട് ഗൈസ്. ഇങ്ങനെ ഹീറോയിൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെട്ടിത്തൂക്കിയ ഇറച്ചികൾക്കൊപ്പം ഒരു ഹ്യൂമൻ ബോഡിയും കൂടെ മെഷീനിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ മൊബൈൽ എടുത്ത ആ കില്ലർ എന്തോ ഒരു വോയിസ് കൊടുത്തിട്ട് തിരിച്ചു വെക്കും, പഴയതുപോലെ തന്നെ. അപ്പൊ ഈ മീറ്റുകളുടെ ഇടയിലൂടെ ഹീറോയിന് ചെറുതായിട്ട് അവനെ കാണാം, പൂർണ്ണമായിട്ട് കാണുന്നില്ല.